ഗൈസ്, ഫൈനലി നമ്മുടെ ബിഗ് ബോസിലെ ക്യാപ്റ്റൻസി ടാസ്ക് ഇപ്പോൾ നടന്നിട്ടുണ്ട്. എത്ര പേര് അതിൻ്റെ വീഡിയോസ് കണ്ടു എന്നറിയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കുറേ പീസുകളൊക്കെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ആ ഒരു സാധനം കണ്ടിട്ടില്ല. നമ്മൾ എല്ലാവരുടെ കയ്യിലും ഷേവിംഗ് ക്രീം കൊടുക്കും. ആര് ക്യാപ്റ്റൻ ആവരുത് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ വിളിച്ചു നിർത്തി ആ വ്യക്തിയുടെ മുഖത്ത് ഈ ഷേവിംഗ് ക്രീം ആക്കിയതിന് ശേഷം ഒരു റീസൺ പറയുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ പല ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് എല്ലാവരുടെയും ഒരു ടാർഗറ്റ് പോയിരിക്കുന്നത് രേണുസുധിയിലാണ്. രേണുസുധി ആവണ്ട എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരതായിട്ടുള്ള ഒരു റീസണും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാൾ രേണുസുധിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു റീസൺ എന്താ നമുക്ക് പറഞ്ഞുതരാം. അല്ല, നമുക്ക് കേൾക്കാം. അപ്പോൾ രേണുസുധി ക്യാപ്റ്റൻ ആവണ്ട എന്ന് പറയാനുള്ളതിൻ്റെ ഒരു റീസൺ ഇവിടെ പറഞ്ഞത്, ആൾക്ക് ഗെയിമുകൾ കളിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം കളിക്കാനൊക്കെ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. കാരണം ക്യാപ്റ്റൻ ആകുമ്പോൾ അയാൾക്ക് കുറേ ഉത്തരവാദിത്തം ഉണ്ട്. എല്ലാ റൂമും എല്ലാ വർക്ക്സും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഗെയിം കളിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വ്യക്തി പിന്നെ എന്ത് കോർഡിനേഷൻ അല്ലെങ്കിൽ എന്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് വളരെ ഫ്രണ്ട്ലി ടേംസിൽ നമ്മുടെ രേണുസുധി തലയൊക്കെ താത്തി ഓക്കെ ഫൈൻ ഞാൻ സമ്മതിച്ചു എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന അവരുടെ ഒരു ഇൻട്രോ വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യണം, ഗെയിം കാര്യങ്ങൾ ടാസ്ക് ഒക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഫസ്റ്റ് ഡേ തന്നെ ഗെയിം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോയത്? അവിടുത്തെ ഒരു മെയിൻ സാധനം ഗെയിമാണ്. ഒരുപാട് ഗെയിമുകളുണ്ട്, ഒരുപാട് ടാസ്കുകളുണ്ട്. ഈ ഗെയിമും ടാസ്കും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് പോയിന്റ് കിട്ടി ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഈ എലിമിനേഷൻ ഫ്രീ കാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അതിലൊരു മടി കാണിച്ചു എന്നാണ് പറഞ്ഞത്. മേ ബി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കാം, എൻ ട്രബിൾ ആയിരിക്കാം. അടുത്ത രണ്ടാമത്തെ കൊട്ടുപോയിരിക്കുന്നത് നമ്മളുടെ ഈ ചേട്ടനാണ്. ഈ ചേട്ടനെ ഞാൻ സൈഡിൽ കൊടുക്കാം. ചേട്ടൻ വന്ന ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ അനുമോളെ ചൊറിഞ്ഞിട്ടുണ്ട്. പുള്ളിനെ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവരെയും മാക്സിമം ചൊറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില നേരം ഈ ചൊറിച്ചിൽ വർക്കൗട്ട് ചെയ്യും. ചില നമ്മളെ ബിഗ് ബോസിൻ്റെ സീസൺസ് നോക്കിയിട്ടുണ്ട്, ഈ ചൊറിയുന്ന ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സീസണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ചൊറിയുന്ന ആൾക്കാരെ ഫസ്റ്റ് റൗണ്ട് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളീനാക്കാൻ വേണ്ടി ഇപ്രാവശ്യം റീസൺ പറഞ്ഞത് ആദില നൂറയാണ്. അപ്പം അവർ പറഞ്ഞ ഒരു റീസണും കൂടെ ശ്രദ്ധിച്ചു നോക്കാം. മലയാളം എഴുതാൻ അറിയാവുന്ന ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവം പറയുന്നത്. അങ്ങനെ ബിഗ് ബോസ് പറയാത്തോളം നമ്മളൊക്കെ പറയുന്ന കാര്യം. എനിക്ക് മലയാളം പുള്ളി എഴുതാനൊന്നും അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയാം. ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തിയിൽ പറഞ്ഞിട്ടുള്ളത്, കാരണം പുള്ളി എനിക്ക് മനസ്സിലായത് നല്ലൊരു ചൊറിയുന്ന മനുഷ്യനാണ്. എല്ലാവരെയും ചൊറിഞ്ഞ് വീക്കാക്കി ഞാനെന്തോ പവർഫുള്ളാണ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതിൽ തന്നെ ഇപ്പം ഈ ആദില നൂറ പറയുന്നൊരു കാര്യമാണ്, അവരും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഭയങ്കര സൈലൻ്റായി മുഖം വീർപ്പിച്ച് നിന്നു. ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇയാൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്ന കാര്യമുണ്ടോയെന്ന്. അതാ ഞാൻ പറയുന്നത്, ഈ ആൾക്കാരെ മുഴുവൻ ചൊറിയുന്ന ആൾക്കാർ ബേസിക്കലി ഇവരൊരു പാവമായിരിക്കും. ഇവർക്ക് ഈ ചൊറിയാൻ മാത്രമേ അറിയൂ. ഇവരെ നേരെ തിരിച്ചൊരു ചൊറിയൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വായടയ്ക്കും. അപ്പോൾ ക്യാപ്റ്റൻസി റൗണ്ട് എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ രേണു ക്യാപ്റ്റന് തീരെ ഡിസേർവ് അല്ല എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ കണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ രേണുവിന് വലിയ സപ്പോർട്ടായിട്ട് നമ്മുടെ ജിൻഡോ ഏട്ടൻ വന്നിട്ടുണ്ട്. ജിൻഡോ ഏട്ടനെ നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത് പെൺവിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സിജോ കുറേ ഓഡിയോ ഒക്കെ ലീക്കായിട്ടുള്ള ആള്. അപ്പോൾ ആള് പറഞ്ഞ ഒരു സാധനം എന്താ നമുക്ക് നോക്കാം. ഇവിടെ 100 ഗ്രാമേ ഉള്ളൂ. അപ്പൊ ഇത് സൂക്ഷിക്കുക, കാരണം ചെറിയാണ്. അപ്പൊ ഒന്ന് അവിടെ വരെ എത്താൻ വേണ്ടി ഒരുപാട് പഠിച്ചതാണ്. അപ്പൊ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ആൾക്കാരായിരിക്കും, നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ചെയ്യാം. കാരണം ലക്ഷക്കണക്കിന് 2 ലക്ഷം കണക്കിന് ആപ്ലിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് സോൾട്ട് ഔട്ട് ചെയ്യുന്ന 10-25 പേര് ആ സ്റ്റേജിൽ കയറണമെങ്കിൽ ആ 25 പേരും സെലിബ്രേറ്റ് ചെയ്യണം. അത് മനസ്സിലാക്കാം. 100 ഗ്രാം ആണെങ്കിൽ 50 ഗ്രാം ആണെങ്കിൽ 20 ഗ്രാം ആണെങ്കിൽ എല്ലാവരും കളിക്കാൻ വന്നതാ. അവർ ഗെയിം കളിക്കുക തന്നെ ചെയ്യും.
വെയിറ്റിൻ്റെ പേരിലൊന്നും ഒരാൾക്കും അവിടെ ഒരു സ്പേസ് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ആൻഡ് ജിൻഡോ ഇവിടെ വന്ന് നിന്നിട്ട് അത് ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ലക്കുള്ളൊരു 10-20 പേർക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. ബട്ട് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ് എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. റൈറ്റായി ചെയ്ത് നല്ല അടിപൊളിയായി ഗെയിം കളിക്കുന്ന ആളാണ് നമ്മളുടെ രേണു എങ്കിൽ ഞാൻ തന്നെ രേണുവിനെ പറ്റി അടിപൊളി കാര്യങ്ങൾ സംസാരിക്കും. അടിപൊളി കാര്യങ്ങൾ ചെയ്യട്ടെ, ചെയ്യുമ്പോഴേ സംസാരിക്കാൻ പറ്റും. അല്ലാണ്ട് വെറുതെ ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. രേണുയുടെ പോസിറ്റീവ് എന്തൊക്കെയാ നമുക്ക് പ്രേക്ഷകർക്ക് ജിനുവിനെ അറിയാലോ? ജിനുവിന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവര് ഒരുപാട് കഷ്ടപ്പെടണതാണ്. അപ്പൊ നിങ്ങൾ അവരെന്താണ് വൾഗറായിട്ട് ചെയ്തേ? എല്ലാവരും പറഞ്ഞു അവർ വൾഗറായിട്ട് ചെയ്തിട്ട് എന്താ ചെയ്യണേ? ഇതിലും വൾഗറായിട്ട് ചെയ്യുന്ന എത്രയോ നടന്മാരും ഇവിടെ ഉണ്ട് ഇല്ലേ? പിന്നെ അവരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അത് ചിന്തിക്കുക. അവരൊക്കെ അവരുടേതായ ഒരു സ്റ്റാൻഡേർഡിലാണ് ചെയ്തു പോയിക്കണേ. പിന്നെ കളിയാക്കണവരാണ് കളിയാക്കും. എല്ലാം എടുത്തു വെക്കാതിരിക്കുക. അവരോടുള്ള വിദ്വേഷം ഉണ്ടെങ്കിൽ തന്നെ അതിതോടി മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്ന് കരുതി ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി ഡയലോഗ് പറയുമോ? അല്ല എൻ്റെ മക്കളെ നോക്കാൻ വയ്യ, നിങ്ങൾ മക്കളെ കൊണ്ടുപോയിക്കോ പറയുമോ? നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് വേണം. ഇതൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്ന ഒരാളാണ് ജിൻഡോ ഒരു പൊതുവെയുള്ള എല്ലാ ഇങ്ങനത്തെ തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വന്നിട്ടുള്ള വീഡിയോ ശ്രദ്ധിച്ചറിയാം, പറയുന്ന ഒരു കാര്യത്തിനും ഒരു ഇതും ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്താണോ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും രേണുസുതി സപ്പോർട്ടർ എന്ന നിലയിലൊക്കെ ജിൻഡോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളി കാണാം. അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം.